ഗൾഫിലേക്ക് കൊണ്ടുപോകാനായി അയൽവാസി ഏൽപ്പിച്ച അച്ചാർ കുപ്പിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയത് കുടുംബത്തിന്റെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രം. അച്ചാർ കുപ്പി പരിശോധിക്കാൻ തോന്നിയതിന് ദൈവത്തോട് നന്ദി പറയുകയാണ് കണ്ണൂരിലെ മിഥിലാജിന്റെ പിതാവ് അഹമ്മദും കുടുംബവും. സൗദി പോലെ നിയമം കർക്കശമായ ഒരു രാജ്യത്തേക്ക് ലഹരി വസ്തുക്കൾ കൊണ്ടുപോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പ്രവാസിയായ മിഥിലാജ് രക്ഷപ്പെട്ടത്. വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ പൊതികൾ കിട്ടിയാൽ കൃത്യമായി പരിശോധിക്കണമെന്ന സന്ദേശം കൂടി ഇവർ നൽകുന്നു. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിദേശത്തേക്ക് യാത്ര ചെയ്യാനിരുന്ന ആൾക്ക് സുഹൃത്ത് നൽകിയ അച്ചാർ കുപ്പിക്കുള്ളിൽ MDMAയും മറ്റ് ലഹരി വസ്തുക്കളും കണ്ടെത്തിയ സംഭവം വലിയ വാർത്തയായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അത് സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് വലിയൊരു ആപത്തിൽ നിന്നാണ് ഒരു കുടുംബം തന്നെ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സംഭവത്തിന് ഇരയായ മിഥിലാജിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവം പൊട്ടിച്ച് അവർ തന്ന ഈ അച്ചാർ പാക്കറ്റ് എങ്ങനെയാണ് പൊട്ടിച്ചു നോക്കാൻ തോന്നിയത്? പൊതുവേ ഇങ്ങനെ പുറത്തേക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്ന സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമേ ബാഗിൽ വെക്കാറുള്ളൂ. അതുപോലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഒരു പാക്കറ്റ് ബനാന ചിപ്സ്, ഒരു പാക്കറ്റ് മസാലക്കടല, പിന്നെ ഒരു ബോട്ടിൽ അച്ചാറാണ്. അതിന് മുമ്പേ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെ എനിക്ക് അച്ചാറും ബനാന ചിപ്സും കൊണ്ടുവരൂ, അത് നിങ്ങൾ എടുക്കൂലേ എന്ന് ചോദിച്ചിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്തതാണ്. അതിൻ്റെ പേരിൽ ഓൻ എടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പൊളിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞതിന് ശേഷമാണ് ഓൻ നോക്കിയത്. അപ്പോൾ ഈ ബോട്ടലിൽ ഒരു കറുത്ത സാധനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ബോട്ടലിൻ്റെ മൂടി തുറന്ന് ട്രേയിലേക്ക് മാറ്റിയപ്പോഴാണ് ആഷിഷ് ഓയിലും ഈ MDMയും കാണാൻ സാധിച്ചത്. അങ്ങനെ പോലീസിൽ ഇൻഫർമേഷൻ ചെയ്തു. രാത്രി തന്നെ അതിൻ്റെ എല്ലാ വേണ്ട നടപടിയും ചെയ്തു. SCP മുതൽ എല്ലാവരും വന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം വളരെ അധികം അനുകൂലമായ റിപ്പോർട്ടാണ്. പൊട്ടിച്ചു നോക്കിയപ്പോൾ എങ്ങനെ ഇതാണ് ലഹരി വസ്തുക്കളാണെന്ന് എങ്ങനെ മനസ്സിലായത്? അതെന്ന് പറഞ്ഞാൽ ഈ പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ബോട്ടിൽ തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത സാധനം പുറത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് ഇങ്ങനെ ഷെയ്ക്കാന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അങ്ങനെ പൊട്ടിച്ചതാണ്. പൊട്ടിച്ചിട്ട് ഒരു ട്രയൽ മാറ്റുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ തന്നെ ഇത് പൊട്ടിച്ച് നോക്കുകയും ചെയ്തു. അപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അല്ല, നമ്മളെ പോലീസിന് വിളിച്ചതിന് ശേഷം അവർ അത് പൊട്ടിച്ചിട്ട് എന്താ സാധനം എന്ന് ചെക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സംശയം വന്നത് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരെ പോലീസിനെ വിളിച്ചത്. അവർ വന്ന് നോക്കുമ്പോൾ അവർക്കും സംശയം വന്നു. അങ്ങനെ നാർക്കോട്ടിൻ്റെ അവരെല്ലാം വന്നു കംപ്ലീറ്റ് ചെക്കിങ് ചെയ്തതിന് ശേഷമാണ് ഇത് ആഷിഷ് ഓയിലും ഇതുമാണെന്ന് മനസ്സിലായത്. ഇപ്പോൾ ഈ മുന്നേയുള്ള വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഗൾഫിലേക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ അവരറിയാതെ ചില ലഹരി വസ്തുക്കൾ കൊടുത്തയക്കുന്നു, അങ്ങനത്തെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം ശ്രദ്ധയിലുള്ളത് കൊണ്ട് നമ്മളിപ്പം ഈ മറ്റേ ചാനലും കാര്യങ്ങളെല്ലാം ഇപ്പം കാണുമ്പോഴേക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഉംറക്ക് പോയ ഒരാൾ ടാബ്ലറ്റ്സ് കയ്യിൽ വെച്ചതിന് അവിടെ ബാൻഡായ ടാബ്ലറ്റ്സ് കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ 6 മാസം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ അത് നമുക്കെല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇമാതിരി മയക്കുമരുന്നും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവിടെ എത്തിക്കഴിഞ്ഞ നമ്മുടെ ഭാഗ്യം, കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ടും ആരതെല്ലോ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ ഈ തന്ന ആൾക്കാർ അത് ചതിക്കാൻ വേണ്ടി ചെയ്തതാണോ അങ്ങനത്തെ എന്തെങ്കിലും? അങ്ങനെ സംശയങ്ങളൊന്നും നമുക്കില്ല. കാരണം ഇവനുമായിട്ട് ഇവൻ്റെ റൂമിൽ ഒന്നിച്ചിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഒന്നിച്ച് ജോലി ചെയ്യുന്ന കൂട്ടരാണ്. അപ്പോൾ എന്താണ് അവരെ മനസ്സിലുള്ളതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ചെറിയ അളവുകളെ അതിൽ കാണുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട് പ്രകാരം കാണുന്നത്. നമുക്ക് എത്ര റിപ്പോർട്ട് കയ്യിൽ വെക്കാം, എത്ര അളവ് കയ്യിൽ വെക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഗൾഫിലേക്ക് പോകുന്ന ആളുകളെ ഇത്രയും സാധനങ്ങൾ കൊടുത്തുവിടാൻ തരുന്ന ആൾക്കാർ വീട്ടുകാർ കൃത്യമായി ചെക്ക് ചെയ്യണം എന്നൊരു കാര്യം തീർച്ചയായിട്ടും ഇനിയുമുള്ള എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ല സാധനങ്ങളും വരുമ്പോൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഉള്ളത് കൊടുത്തേക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ബലമായ. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിലുള്ള ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്ന കൂട്ടറാണ്. അവരെല്ലാം പോകുമ്പോൾ എല്ലാവരും പാക്ക് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഞാനിത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ബാഗിൽ വെക്കാറുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ 10-20 വർഷമായി ഇപ്പം നാട്ടിൽ തന്നെ നിന്നിട്ട് കാണുന്നു. ഇവിടെ ഈ CH സെൻ്റർ ഇതെല്ലാമായിട്ട് ഇങ്ങനെ നാട്ടിൽ തന്നെയാണ്. ഭാഗ്യമായി തീർച്ചയായിട്ടും.
അതിലും വലിയൊരു ആപത്തിൽ നിന്ന് ഒരു കുടുംബവും സൗദിയാണ് നമുക്കറിയാം നിയമങ്ങൾ കർക്കശമായൊരു രാജ്യമാണ്. അവിടേക്ക് പോകേണ്ടിയിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഒരു കുടുംബം തന്നെയാണ് രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.